ഈസി ആയിട്ട് എങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നോക്കാം. ഭയങ്കര എളുപ്പമാണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഏറ്റവും വേണ്ടത് എന്താ വെച്ചാൽ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കണം. സവോള വേണം, പിന്നെ കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ കുനുകുനാന്നരിഞ്ഞത് വേണം, പിന്നെ ഒരൊറ്റ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതാട്ടോ. കുറച്ച് വലിയ വെളുത്തുള്ളിയാണ്, ഒരൊറ്റ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ. ആ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഗ്രാമ്പു ഒരു 15 എണ്ണം, ഏലക്ക ഒരു 3 എണ്ണം, പട്ട നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ക്വാളിറ്റി അനുസരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ. എന്നിട്ട് നമുക്ക് ഈ ഉള്ളിയും കാഷ്നട്ടും മുന്തിരിയെല്ലാം നമുക്ക് വറുത്ത് കോരി എടുത്ത് വെക്കണം. അപ്പോൾ അതിൽ 1 സ്പൂണ് നെയ്യും ബാക്കി വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ശരിക്കും ഓയിലുണ്ടെങ്കിൽ ഓയിലാണ് നല്ലത് കേട്ടോ, ഓയിലില്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വറുത്ത് കോരി സവോളയും മുന്തിരിയും കാഷ്യും നമ്മൾ വറുത്ത് കോരി എടുത്ത് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമ്മൾ ബിരിയാണിയുടെ ചെമ്പില്ലേ, ആ ചെമ്പിൽ നമ്മൾ ഈ ബാക്കിയുള്ള എണ്ണ തന്നെ എടുത്താൽ മതി. നമ്മൾ ഈ ഉള്ളി വറുത്തതിൻ്റെയൊക്കെ ബാലൻസ് എണ്ണ വരുന്ന എണ്ണ എടുത്താൽ മതി. എന്തെങ്കിലും കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്താൽ മതി കേട്ടോ. അതിനകത്തോട്ടേക്ക് നമ്മളവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഗ്രാമ്പും ഏലക്കയും ഒന്ന് ചതച്ചിടണം കേട്ടോ. ഏലക്കയും പട്ടയും എല്ലാം കൂടെ ഇട്ടൊന്ന് ഇളക്കി നല്ലൊരു സ്മെല്ല് വരും. ആ സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ ഈ ക്യാരറ്റും എല്ലാം കൂടെ ഇളക്കാം. പിന്നെ അതിന് മുന്നേ നമ്മൾ 1 കിലോ അരിയുടെ ഇതാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ അരി കുതിർത്താൻ വേണ്ടി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ഒരു 15 മിനിറ്റോളം വെച്ചിട്ട് പിന്നെ അത് വാരി വെക്കണേ. അത് വാരി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ക്യാരറ്റും ഇതെല്ലാം വഴറ്റുന്നത് നോക്കാം കേട്ടോ. കഴിഞ്ഞ് ഇതെല്ലാം നല്ല വഴറ്റി കഴിയുമ്പോൾ അതിനകത്തോട്ടേക്ക് ഈ നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് ഇളക്കണം. ഞാൻ കുറച്ച് ഗ്രീൻ പീസും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉണക്ക ഗ്രീൻ പീസാണ്, പച്ചയല്ല കേട്ടോ. അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി കേട്ടോ. ഒരു രസമാണ് അതിങ്ങനെ കടിക്കുമ്പോൾ, ഒരുപാട് വേവാത്ത ഗ്രീൻ പീസ്. എന്നിട്ട് അരിയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. കുറച്ച് നന്നായിട്ട് ഇളക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വെള്ളം ആദ്യമേ ചൂടാക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിരുന്നു. അപ്പോൾ അതിനാവശ്യമുള്ള ഞാൻ ഒരു പാത്രം അരിയായിരുന്നു. ഈ ഒരു പാത്രത്തിന് 1 പാത്രം അരി ഉണ്ടായിരുന്നു, 1 കിലോ അരി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് 2 പാത്രം വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ആ വെള്ളം ഒഴിച്ചിട്ട് അതിന് ശേഷം നമ്മൾ നല്ല ഉപ്പ് കുറച്ച് കൂടുതൽ വേണം കേട്ടോ ഇളക്കിയിട്ട്. പിന്നെ നാരങ്ങാനീരും 1 നാരങ്ങയുടെ പകുതിയും ഞാൻ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മളത് മൂടി വെച്ച് തിളച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ മൂടി വെച്ച് നല്ല വെന്ത് കഴിയുമ്പോഴത്തേനും ഈ ഒരു ഇതാകുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് വേവേണ്ട. ഈ ഒരു പകുതി വേവാകുമ്പോൾ, പകുതിയല്ല ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്, ഒരു 90% വേവായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതൊരു കാസ്ട്രോളിൽ ഇങ്ങനെ ലെയറായിട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ. നമ്മൾ ഈ വറുത്ത് വെച്ച സാധനങ്ങളും എല്ലാം കൂടെ കാസ്ട്രോളിൽ ഇങ്ങനെ ഓരോ ലെയറാക്കി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ, മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഈ വറുത്ത് കോരി വെച്ചിട്ടുള്ള ഈ ഉള്ളിയുടെയും കാഷ്യൂൻ്റെയും മല്ലിയിലയുടെയൊക്കെ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം ഈ ചോറിലേക്ക് പിടിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇതെല്ലാം സെറ്റാക്കി അടച്ചു വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ നേരത്ത് നമുക്ക് ഓപ്പൺ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, നമുക്ക് വേഗമായി കിട്ടും. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെയെല്ലാം നേരത്തെ അരിഞ്ഞെല്ലാം മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള നെയ്ച്ചോറാണ്. നമുക്ക് ചിക്കൻ കറിയുടെയോ ബീഫ് കറിയുടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇനി ഒന്നും വേണ്ട, സാലഡ് കൂട്ടിയാണെങ്കിലും സവോള വെച്ച് സാലഡ് ഉണ്ടാക്കിയാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.